Welcome to my channel, Rocket the Larsit. Disclaimer: I am not a security registered list. This video is intended to purely education purpose. Any and exit, please do with your own due diligence or consult with your financial advisors. First stock നമ്മൾ ഈ ആഴ്ച അനലൈസ് ചെയ്യുന്നത് സ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ്. സ്റ്റോക്ക് കറണ്ട് ക്ലോസിംഗ് പ്രൈസ് 336 ആണ്. നമ്മളിവിടെ മന്ത്ലി ചാർട്ടാണ് അനലൈസ് ചെയ്യുന്നത്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു സ്മാൾ കൺസൾട്ടേഷനിൽ ഒരു ഡബ്ല്യു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീക്ക്ലി പാറ്റേണിൽ കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കും അത്. സി ഹിയർ നമുക്കിവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ള 420 റേഞ്ചിലേക്കുള്ള ഒരു ട്രാവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു 372 ഒരു 410 ലെവലിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെവൽ ഒരു 370 റേഞ്ചിലേക്കും സെക്കൻഡ് ഒരു 400 to 410 സോണിലേക്ക് നമുക്ക് ലെവലുകൾ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യൽ ടൈമിൽ നമ്മളൊരു 308 കീപ്പ് ചെയ്യുക. 308 കീപ്പ് ചെയ്ത് ഒരു മൊമെൻറ്റം ബ്രേക്ക്ഔട്ട് കിട്ടി നമുക്കൊരു മൊമെൻറ്റം റിസീവ് ചെയ്യുന്ന പക്ഷം, അവിടെ സസ്റ്റെയിൻ ചെയ്ത പക്ഷം നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 320ലേക്കും കോസ്റ്റിലേക്കും നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ ഈ ഒരു ബ്രേക്ക്ഔട്ട് സോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാലി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 20% നമുക്ക് റാലി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു 7 to 8% സ്റ്റോപ്പ് ലോസ് 1:3 ലെവലിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാൻ വളരെ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഇൻഡോസ്റ്റാർ. ഇത് ഡെയിലി ക്യാൻഡിലും കൂടി നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഇതാണ് ഡെയിലി ക്യാൻഡിൽ. സോ റീസണബിളി നല്ലൊരു വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആണ്, അവിടെ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ല. ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈമിൽ ഇവിടെ ഈ ഒരു സോണിൽ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് സോൺ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 340, 342, 345 ആ സോണിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഫസ്റ്റ് ലെവൽ വൺസ് അഗൈൻ 372 റേഞ്ചിലേക്ക്, പിന്നെ 400, 410 ലെവലിലേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു 425, 430 ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ലെവൽ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻഡോസ്റ്റാർ. ആൻഡ് സെക്കൻഡ് സ്റ്റോക്ക് മെഡ്പ്ലസ് ആണ്. മെഡ്പ്ലസ് CMP 952 952 ഇത് വരുന്നത്. ഇതിലും ഒരു നമുക്ക് IPO വന്നതിന് ശേഷം ചെറിയൊരു റാലി നിന്നു, പക്ഷെ ഹയർ ലെവലിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ക്യാൻഡിൽ കണ്ടാൽ അറിയാം, IPO ക്യാൻഡിൽ തന്നെ ഒരു ഡോജി ക്യാൻഡിലാണ്. പിന്നെ അടുത്തൊരു ബുള്ളിഷ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാതെ അവിടുന്ന് ഒരു സെൽ ഓഫ് ആണ് ഇവിടെ കാണുന്നത്. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ പോലും മുകളിൽ പോയിട്ട് നല്ല രീതിയിലൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റി. തേർഡ് മന്ത് ഫോർത്ത് മന്ത് ഒക്കെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോജി കൈൻഡ്, നെക്സ്റ്റ് ഡോജി കൈൻഡ്, അവിടുന്ന് അങ്ങനെ ഒരു സോൺ IPO ലെവലിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം നമുക്ക് ഒരിക്കലും IPO ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 3 years ആയിട്ട് IPO ലെവൽ ടച്ച് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഡബ്ല്യു പാറ്റേൺ മന്ത്ലി ക്യാൻഡിൽ നമുക്ക് ഡബ്ല്യു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നല്ല മർബൂസ് എന്നുള്ള രൂപത്തിലുള്ള നല്ലൊരു ക്യാൻഡിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ബോട്ടം ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് 3 months ഇവിടെ ഒരു പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1130 സോണിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മന്ത്ലി ചാർട്ടാണ്, അതുകൊണ്ട് തന്നെ ടൈം എടുത്തിട്ടായിരിക്കും ഒരു സോണിലേക്ക് എത്തുക. അറ്റ്ലീസ്റ്റ് ഒരു 4-5 weeks ഒക്കെ എടുത്തിട്ടായിരിക്കും ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഈ സോണിലേക്ക് വരിക. ഒരു 1220, 1220 സോൺ വരെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഈ സ്റ്റോക്കിനകത്ത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, 27 May, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ടും കൂടി നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി എടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ, അപ്പോൾ മൺഡേ നമ്മൾ സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി എൻട്രി എടുക്കുകയാണെങ്കിൽ മൺഡേ ലോ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് നല്ല റിസൾട്ടൊക്കെ വന്ന് മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ 592 ലെവലിൽ നിന്ന് ഒരു 1030, 1030 ലെവലുകളിലേക്കും, സെക്കൻഡ് ലെവലായിട്ട് 1130 ലെവലിലേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ
മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1220 വരെ നമുക്ക് പോകാം. അപ്പോൾ തേർഡ് ടാർഗറ്റായിട്ട് നമുക്ക് 1220 ലെവലുകൾ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സോണിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു റാലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോണിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷമായിരിക്കും, അതായത് ഈ ഒരു സോൺ 1130 1220 സോണുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കൺസൾട്ടേഷൻ വന്നിട്ട് ബ്രേക്കൗട്ട് കിട്ടാനായിരിക്കും കൂടുതൽ സാധ്യത. സോ ഈ ഒരു സോണിന് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഈ സോൺ വരെ 1230 വരെയുള്ള സോണുകളിൽ നമ്മൾ ടാർഗറ്റ് കീപ്പ് ചെയ്യുക. 1130ഉം 1130ഉം ഫസ്റ്റും സെക്കൻഡും ലെവലുകളായിട്ട് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി 878 878 കീപ്പ് ചെയ്യുക. ഒരു മൊമെൻറ്റം കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് നമ്മുടെ കോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് വീക്ക്ലി കാണ്ടി വീക്ക്ലിയിൽ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 2 വീക്സ് നല്ല വലിയ ക്യാൻഡിലുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഔട്ട് റിസൾട്ടും കൂടി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ലെവലുകളാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞ ഫസ്റ്റ് എക്സ്പെക്റ്റഡ് ലെവൽ പറഞ്ഞ 1028-30 സോണുകൾ ചെറിയൊരു റെസിസ്റ്റൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് സോണാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു 1130 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, തേർഡ് സ്റ്റോക്ക് നമുക്ക് വരുന്നത് HDFC ലൈഫ് ആണ്. HDFC ലൈഫ് നമുക്ക് ഓൾറെഡി ബ്രേക്ക്ഔട്ട് തന്നു. ലാസ്റ്റ് 3 മാസം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം നല്ല മൊമെൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിൽ ഓൾറെഡി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 2 3 4th ടൈമാണ് നമുക്ക്. ഫസ്റ്റ് ഇവിടെയാണ് ഒരു സെൽ ഓഫ് വന്നത്. അതിനുശേഷം ഇവിടെ ബ്രേക്ക്ഔട്ട് ട്രൈ ചെയ്തു. ഡ്രാഗൺ ഫ്ലൈ ഡോജി ഗ്രേവ് സ്റ്റോൺ ഡോജി ആണത്. ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോർമേഷൻ വന്നു. അതിനുശേഷം സെൽ ഓഫ് വന്നു. ഈ ഒരു സോണിൽ വീണ്ടും അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ ബ്രേക്ക്ഔട്ട് സാധിച്ചില്ല. ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ ഈ മാസം നമുക്കൊരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ലെവൽ ഈ ഒരു 600 to 780 എന്ന് പറയുന്ന സോണിലേക്കുള്ള ട്രാവൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ 780 ആണ് CMP. നമുക്ക് ഒരു 810 ഇമ്മീഡിയറ്റിൽ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞ് 780 വരെ പോവാം. 780 ഇതിന് മുകളിൽ ട്രയൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാരണം നമുക്ക് മുകളിലൊരു റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ ഒരു സെൽ ഓഫോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങോ വരുന്ന സമയത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്കൊരു ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്ന നിലയ്ക്ക് 810ഉം 870 കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി 730 കീപ്പ് ചെയ്യുക. അതിനുശേഷം 752ലേക്കും 730 അത് കഴിഞ്ഞ് 752 ലെവലിലേക്കും ട്രയൽ ചെയ്യുക. മൊമെൻറ്റം കിട്ടുന്നതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കോസ്റ്റിലേക്കും ഫസ്റ്റ് ടാർഗറ്റിലേക്കും കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. ഇത് മന്ത്ലി ചാർട്ടാണ്. നമുക്ക് വീക്ക്ലി ചാർട്ട് കൂടി അനലൈസ് ചെയ്യാൻ. ഇത് വീക്ക്ലി ചാർട്ട്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു സോൺ 2020 ശേഷം ഓൾമോസ്റ്റ് 5 years ആയിട്ട് കൺസോൾട്ടേഷൻ നടക്കുന്ന സോണാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഈ ഒരു സ്റ്റോക്കിൽ പൊതുവെ ഇൻഷുറൻസ് സെക്ടറിൽ നല്ല ബുള്ളിഷ്നെസ് ലാസ്റ്റ് ടൈമിലും കണ്ടിരുന്നു. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോക്കാണ് HDFCയുടെ തന്നെ സ്റ്റോക്കായിട്ടുള്ള HDFC ലൈഫ്. സോ യു ക്യാൻ കൺസിഡർ ദിസ് വൺ. നെക്സ്റ്റ് സ്റ്റോക്ക് ആൻഡ് ഫൈനൽ സ്റ്റോക്ക് നമുക്ക് പ്രീകോട്ട് ലിമിറ്റഡ് ആണ്. ഇത് നമുക്ക് വീക്ക്ലി ചാർട്ട് നമുക്ക് ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 690 ലെവലുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ചെറിയൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ്. നമുക്ക് അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഈ ഒരു ട്രെൻഡ് ലൈൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ
ബ്രേക്ക്ഔട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഒരു സ്മോൾ റെസിസ്റ്റൻസ് സോണായിട്ട് ചെയ്യാവുന്ന 620 റേഞ്ചിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്ക് ഉള്ളത് 559 ആണ്, 559 CMP ഉള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 610 നമുക്കൊരു ഈ ഒരു റേഞ്ച് 610 നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ലെവൽ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 654ഉം 690 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനീഷ്യൽ ഒരു സേഫ് എക്സ്പെക്ടേഷൻ എന്നുള്ള രൂപയ്ക്ക് 610 620 സോണിലും പിന്നെ അതിന് മുകളിൽ 654 സോണും അതിന് തേർഡ് ടാർഗറ്റായിട്ട് 670 to 690 റേഞ്ചിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് 525 കീപ്പ് ചെയ്യാം. പിന്നീട് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഡെയിലി ചാർട്ട് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഡെയിലി ചാർട്ട്. ഈ ഒരു ചെറിയ കൺസൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റിമൂവ് ചെയ്യണം. ഇവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ ഒരു 6-7 ട്രേഡിംഗ് സെഷനിൽ ചെറിയൊരു കൺസൾട്ടേഷൻ നടത്തി ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ചു. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു സെൽ ഓഫ് ഈ സോണിൽ ഈ ഒരു സോൺ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോൺ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ ഈ സെൽ ഓഫിനിടയിലും ഈ ഒരു സോണിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 525 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് വൺസ് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ 610 620 റേഞ്ചിലേക്കുള്ള ഫസ്റ്റ് എക്സ്പെക്ടേഷനും പിന്നെ 655 സോണും പിന്നെ 690 സോണിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസും കൂടി ട്രയൽ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ.